റമദാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചില പൊട്ടലും ചുറ്റിലൊക്കെ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി നമ്മളെപ്പോലെ തന്നെ ഓൽക്കറിയാം. അപ്പം അതിന്ന് പിന്നെ നമ്മൾ സാധാരണ പറയണ്ടല്ലോ, പിന്നെ രാജാവ് പ്രതിസന്ധിയിലാകുമ്പോൾ അതിർത്തിയിൽ വെടിപൊട്ടുക, അപ്പോൾ ആളുകളെ ശ്രദ്ധയൊക്കെ അങ്ങോട്ട് പോകും, രാജാവിന് കഴിച്ചിലായി പോകുന്നുള്ള അങ്ങനെയാണ് മൂപ്പര് വെടി പൊട്ടിക്കണം. മുജാഹിദീങ്ങളാകെ കത്രികൻ്റെ ചിഹ്നമൊക്കെ കൊടുത്ത് ഇങ്ങനെ ആകെ വെട്ടിന് പോലെ ബാർബർ ഷാപ്പിലെ പണി പോലെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യം നമുക്ക് അതിർത്തിയിൽ നടന്ന ആ യുദ്ധം, ഘോരമായ സംഘട്ടനം നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. നിങ്ങൾ എഴുതിയ ലെറ്ററിൽ ഒരു യൂണിറ്റ് സെക്രട്ടറി ആ യൂണിറ്റിന്റെ ലെറ്റർ ഹെഡിൽ ഒരു കത്ത് വന്നിട്ട് ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസ്ഥ എഴുതാൻ ആളുകൾ വന്നപ്പോൾ പറയാണ് ഞങ്ങൾ ലെറ്റർ വാല്യൂഡില്ല, ഞങ്ങൾ ലെറ്റർ നാടില്ല. ഇത് 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ സംഘട്ടനാണ്. ഇതെന്താ സംഭവം? മുന്നിലിരിക്കുന്ന ആളുകൾ രണ്ടുപേരും കൈയൊക്കെ വലിയ രൂപത്തിൽ ഉയർത്തിയിട്ട് പറയണ എന്താണെന്നറിയോ? നിങ്ങൾ മുശിരിക്കാണെന്ന് പറയാനാണ്. അപ്പൊ തിരിച്ചിങ്ങിട്ട് ഞങ്ങളല്ല നിങ്ങളാണ് മുശിരിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതിർത്തി സംഘട്ടനമാണ്. മാലിക് സലഫി പറഞ്ഞല്ലോ, രാജാവ് പ്രതിസന്ധിയിലാകുമ്പോൾ ഉണ്ടാകുന്ന ആ അതിർത്തി സംഘട്ടനമാണ് യഥാർത്ഥത്തിൽ ഈ കാണുന്നത്. ഇനി ആദ്യം പറഞ്ഞ വീഡിയോയിലേക്ക് വരാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രപരമായ 100ാം വാർഷികം അത് കഴിഞ്ഞു, വലിയ വിജയകരമായി അത് പൂർത്തിയായി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 100ാം വാർഷികം കഴിഞ്ഞപ്പോഴേക്ക് റമദാനായി. ഇനി റമദാൻ കഴിഞ്ഞാൽ ഇത് കാര്യമായ ഒരു പൊട്ടൽ ഇവിടെ ഉണ്ടാവും. അത് അവർക്കൊക്കെ അറിയാത്രേ, നമുക്കും അറിയാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണത്രേ വഹാബികൾക്കെതിരെ നമ്മൾ വരുന്നത്. വഹാബികൾക്കെതിരെ നമ്മൾ പ്രതിരോധം തീർക്കുന്നത് സമസ്തക്കകത്തെ സംഘടനാപരമായ ഭിന്നാഭിപ്രായങ്ങൾ, സ്വാഭാവികമായിട്ടും സംഘടനാപരമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. ഇതല്ല, നിങ്ങൾക്കിടയിലുള്ളത് സംഘടനാപരമായ അഭിപ്രായമല്ല. ഒരേ സ്റ്റേജിലിരുന്ന ആളുകൾ ഇപ്പോൾ പരസ്പരം ശിർക്കും കുഫറും ആരോപിച്ച് തെരുവിൽ തല്ലുന്ന അതിദയനീയമായ സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിപ്പെട്ടത്. അപ്പൊ അതിനെ മറച്ചു വെക്കാൻ സത്യത്തിൽ അതിർത്തിയിലെ യുദ്ധം നടക്കുന്നത് അവിടെയാണ്, അത് ഇവിടെയല്ല. അതിനെ മറച്ചു വെക്കാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുതന്ത്രമാണിത്. അപ്പൊ എന്ത് വിഷയത്തിനെ കുറിച്ചാണ് ഇദ്ദേഹം ഇങ്ങനെ വല്ലാതെ സമസ്തയിൽ ഒരു സംഘട്ടനവും സമസ്തയിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നറിയോ? പരിശുദ്ധ റമദാൻ ഷരീഫ് കഴിഞ്ഞ് ഇക്കഴിഞ്ഞ ചെറിയ പെരുന്നാളും വെള്ളിയാഴ്ച ദിവസവും ഒരുമിച്ച് വന്നപ്പോൾ നിങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചാൽ മതി, ജുമുഅക്ക് വരേണ്ടതില്ല എന്ന അതിവിചിത്രമായ വാദം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വഷളായതിന്റെ ജാള്യത മറച്ചു വെക്കാനാണ് ഇവർ 3-4 ആളുകൾ ഇങ്ങനെ കൂടിയിരുന്നിട്ട് ഒരു തട്ടിക്കൂട്ട് സംഗമം അത് ഇടക്കിടക്ക് ഇങ്ങനെ ഇവർ നടത്തുന്നതാണ്. ഒരു ആത്മരതി കൊള്ളുക. അവിടെ പിന്നെ ആരും തിരിച്ചു ചോദിക്കുന്നില്ലല്ലോ, ഇദ്ദേഹം പറയണത് ഇങ്ങനെ തലയാട്ടി സമ്മതിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള നാടകങ്ങൾ അവർ കളിക്കുകയും സമസ്തക്കെതിരെ ഇത്തരം ദുരാരോപണങ്ങളെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് നമുക്ക് ഒന്നിങ്ങനെ കേട്ടു നോക്കുക. ഈ വിഷയത്തെ അദ്ദേഹത്തിന്റെ ഏകദേശം അരമണിക്കൂറോളമുള്ള വീഡിയോ നമ്മളിങ്ങനെ കണ്ടു നോക്കിയപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള പ്രസ്താവനകളാണ്. അപ്പം അത്തരം പ്രസ്താവനകൾക്ക് ആ പ്രസ്താവനകളിൽ അവരിങ്ങനെ പിന്നെ ഒരു സ്വയം സന്തോഷം കണ്ടെത്തിക്കോട്ടെ. പ്രാമാണികമായിട്ട് പറയുമ്പോഴാണല്ലോ നമ്മൾ അത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടത്. അതിൽ പറഞ്ഞ ചില കാര്യങ്ങളെ ഒന്ന് നിരൂപിക്കുകയും വേണം. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യം പെരുന്നാളിൻ്റെ വിഷയത്തിൽ തന്നെ മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണോ ദീന്, ആ ദീനുള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക. അത് നമ്മൾ വെട്ടിപ്പൊരിക്കണ കൂട്ടിച്ചേർക്കണ ഏർപ്പാട് നമുക്കില്ല. അത് ടൈലർ പണി നമ്മൾ എടുക്കില്ല. നമ്മളെന്ത് റസൂല കൊണ്ടത് ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുക്കണ പണിയാണ്. നിങ്ങളാണ് വെട്ടിമുറിച്ച് നിങ്ങൾക്ക് മാഷാ അല്ലാഹ് ടൈലർ പണി അവർ എടുക്കലില്ല. അങ്ങനെ വെട്ടിമുറിക്കണ പരിപാടി മുജാഹിദീങ്ങൾ എടുക്കലില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന സപ്ലയർമാരാണ്. ഞാൻ ഈ സാധുവിനെ എത്ര നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം അവരുടെ ഒരു ആഗ്രഹം പറയുന്നത് അല്ലേ? ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിനെ സപ്ലൈ ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആത്മരതി കൊള്ളുകയാണ്. ഇനി ഒരു പ്രശ്നമുണ്ട് അവിടെ. ഇങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ ഇടക്കിടക്ക് കയ്യിന്നിടും, അപ്പോൾ കൊളാവാറുണ്ട്. ഒരിക്കൽ ഈ അടുത്ത് കയ്യിന്നൊന്ന് ഇട്ടപ്പോൾ അത് എല്ലാവരും പാടെ കയ്യോടുകൂടെ പിടികൂടിയ രസകരമായൊരു സംഭവം നമുക്ക് കണ്ടു നോക്കാം. ഇവരുടെ എല്ലാമായ ജീവാത്മാവും പരമാത്മാവുമായ ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു നേതാവില്ല. ആശ്രയ സ്രോതസ് എന്ന് പറയാം ഇപ്പോഴുള്ള അവരുടെ.
ആ അദ്ദേഹത്തെ മലപ്പുറത്ത് നടന്നൊരു മുഖാമുഖത്തിൽ ഇങ്ങനെ സപ്ലൈ ചെയ്യണതിൻ്റെ ഇടയിൽ ഇടക്ക് കയ്യിൽ നിന്ന് ഇട്ടതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഇബിന് ഹസമിൻ്റെ സനദാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇബിനു കസീറിലും കുതുബിയിലൊക്കെ ഇമാം മാലിക് റഹിമഹുള്ളാഹിന്റെ കൗലുണ്ടെന്നൊക്കെ അത് ഏത് കിതാബിലാണെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ. ഇബ്നു കസീറിന്റെ തഫ്സീറിലുണ്ട്, ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലുണ്ട്, അതേപോലെ പിന്നെ ഇമാം ഷാത്തിബിയുടെ കിതാബിൽ എഴുത്തിസാമിൽ പലതവണ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇബ്നു റജബുൽ ഹംബലി ഏതിലോ ഉദ്ധരിച്ച് നോക്കിയിട്ട് വേണം, അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി മുഫസ്സിറുകൾ, തർക്കമില്ല, ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്, തർക്കമില്ലാത്ത വ്യത്യസ്ത പദങ്ങൾ വന്നിട്ടുണ്ട്, വ്യത്യസ്ത പദങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ലോകത്ത് തർക്കമില്ലാത്തൊരു വിഷയം, ഒരുപാട് കിതാബുകൾ. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഈ സംസാരത്തിൽ പറയുന്നുണ്ട് മദ്ഹബിന്റെ ഇമാമുമാരുടെ കിതാബുകളിൽ അതിനിടയിൽ ചോദ്യകർത്താവിനെ ഇദ്ദേഹം ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കിതാബിലുള്ള നിങ്ങൾ അംഗീകരിക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ബിദ്അത്തുമായി ബന്ധപ്പെട്ട ഒരു വാക്ക്, ഒരു ഖൗല് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് ചോദിച്ചതാണ്. അപ്പോൾ അതില്ലാത്ത കിതാബില്ല, ലോകത്തെ അഭിപ്രായ വ്യത്യാസമല്ല എന്നാണ് പറയുന്നത്. ഇത് സത്യത്തിൽ എന്താണെന്നറിയോ, ഇത് കയ്യിൽ നിന്നിട്ടതാണ്. ഇത് വലിയ ചർച്ചയായി ഇദ്ദേഹത്തെ പിടികൂടിയപ്പോൾ ഇനി ദയനീയമായിട്ട് ഇദ്ദേഹം കീഴടങ്ങുന്നത് കൂടി നമുക്ക് കാണാം. അഥവാ മാലിക് സലഫി പറഞ്ഞല്ലോ, റസൂലുള്ള കൊണ്ടുവന്നത് ഞങ്ങളൊരു കള്ളവും മായവും ചേർക്കാറില്ല, ഞങ്ങൾ ടൈലർ പണി എടുക്കുന്ന ആൾക്കാരല്ല, നേരിട്ട് കൊടുക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നുണ്ടല്ലോ. അതൊന്ന് കണ്ടോക്കാം. അപ്പോൾ എൻ്റെ ധാരണയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു ധാരണയിൽ വന്നതാണ്. ഞാൻ ആദ്യത്തോടുകൂടി പറഞ്ഞു ഓർമ്മയില്ല, നോക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ സ്വാഭാവികം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഇബ്നു കസീറിലോ ഖുർത്തുബിയിലോ മുഹീദ്ദീൻ ഷെയ്ഖ് കിതാബിലോ ഇല്ല. അതൊരു ധാരണപ്പശകാണ്. കിതാബിലെ പേര് പറഞ്ഞിടത്ത് ഒരു ധാരണപ്പശക് വന്നു എന്ന് മാത്രം, ആശയം ഉള്ളതാണ്. ഒരു കിതാബിലും അതില്ല, കയ്യിൽ നിന്നിട്ടപ്പോ പിടിക്കപ്പെട്ടതാണ്. എത്ര വിദഗ്ധമായിട്ടാണ് ഈ ജനങ്ങൾ ഇവർ പറ്റിക്കുന്നത്. അതില്ലാത്ത കിതാബില്ല, ലോകത്ത് അതിൽ അഭിപ്രായ വ്യത്യാസമല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇമാമുമാരുടെ കിതാബുകളെ എണ്ണി പറഞ്ഞിട്ട് സബുഖുൽ ലിസാനിനൊക്കെ ഒരു പരിധിയില്ലേ, വാക്കിൽ വരുന്ന പിഴവ് അതിനൊരു പരിധിയുണ്ട്. ഇത് മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ്. എന്നിട്ട് കൃത്യമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ അതെന്ത് ചെയ്തു, ദയനീയമായി കീഴടങ്ങുകയാണ്. ഞാൻ ഈ സംഭവം നടന്ന ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഇവരുടെ ഈ വിശദീകരണങ്ങൾ വന്നതിന് ശേഷം ഇവരുടെ ചാനലിൻ്റെ താഴെ അത് ഇവരുടെ ഓഫീസിൽ നിന്ന് ഇവർ തയ്യാറാക്കി കൊടുക്കുന്ന കുറിപ്പുകൾ അവിടെ കമൻറ്റ് ചെയ്യുന്നവരാണ്. ഫൈസൽ മൗലവി മാതൃകയുള്ള പണ്ഡിതൻ, ഫൈസൽ മൗലവിയാണ് ഏറ്റവും വലിയ സൂക്ഷ്മശാലുവായ പണ്ഡിതൻ എന്ന എന്തിന് ഈ കളവ് പിടിക്കപ്പെട്ടിട്ട് ദയനീയമായി പരാജയപ്പെട്ടത് പുറത്തു വന്നത്. അപ്പോൾ എങ്ങനെ ഇയാൾ മാതൃകയുള്ള പണ്ഡിതനാവുന്നത്? എനിക്കപ്പോൾ ശരിക്കും ഓർമ്മ വന്നെന്താ അറിയോ, തൊണ്ടി മുതൽ തിരിച്ചേൽപ്പിച്ച് കള്ളൻ മാതൃകയായി എന്ന് പറഞ്ഞതുപോലെയാണ്. കട്ടെടുത്ത മുതൽ തിരിച്ചേൽപ്പിച്ച കള്ളൻ മാതൃകയാണോ ചെയ്യണത്? അതുപോലെയല്ലേ ഇയാൾ വലിയൊരു കള്ളത്തരം ഇമാമുമാരുടെ കിതാബുകളിൽ കൊണ്ടുവന്നിട്ട് അതിനെ പരസ്യമായിട്ട് പിടികൂടിയപ്പോഴാണ് ഇതുള്ളത്. ഇനി അടുത്തത് ഇദ്ദേഹം പറയട്ടെ, ഇവര് ആരാണ് വിശുദ്ധമായ ദീനിനെ വെട്ടിമുറിക്കുകയും ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തത് എന്നൊക്കെ ജനങ്ങൾ കാണട്ടെ എന്ന്. അപ്പം നമ്മൾക്ക് കാണിച്ചു കൊടുക്കണമല്ലോ. ഓക്കെ, ഈ വെട്ടിമുറിച്ചത് ആരാന്നുള്ളത് ജനങ്ങളൊക്കെ ഒന്ന് ശരിക്കും കാണട്ടെ. തീർച്ചയായിട്ടും മനസ്സില്ല. മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ഒരായത്ത് ദുർവ്യാഖ്യാനിക്കുകയോ ഒരായത്ത് വെട്ടിമാറ്റുകയോ അല്ല ഹദീസ് വെട്ടിമാറ്റുകയോ ഒന്നും ചെയ്തിട്ട് ഒരാൾക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ ആയത്ത് മുറിച്ചു മാറ്റുക, വെട്ടിമാറ്റുക, ഹദീസ് ദുർവ്യാഖ്യാനം ഇതൊന്നും ഇവർ ചെയ്യാറില്ല എന്നാണ് ആര് പറയണത്? മാലിക് സലഫി പറയണത്. ഇനി നമ്മളാരും പറഞ്ഞിട്ട് പ്രശ്നമാവണ്ട. നമുക്ക് മുജാഹിദ് നേതാക്കൾ തന്നെ ഈ മഹാന്മാരെ കുറിച്ച് പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. നമ്മളെ സംബന്ധിച്ച് നുണ പറയണം, പച്ച നുണ പറയണം. അത് മൂപ്പര് ഒരു പ്രയോഗം കേട്ടോ, പച്ച നുണ. അതൊരു പ്രസംഗത്തിൽ ഒരു 10-20 പ്രാവശ്യം പറഞ്ഞാലേ മൂപ്പർക്ക് ഒരു സമാധാനമാവും. ഒരു 10-20 പ്രാവശ്യം പറയണം. എന്നാലോ ഈ നുണയുടെ ഫാക്ടറിയാണ് മൂപ്പര്. കേരളത്തിൽ ഈ നുണ പടച്ചുണ്ടാക്കുന്ന ജിന്നുവാദത്തിന് വേണ്ടി എന്തൊക്കെ നുണകൾ അനുയായികൾ പറയണം എന്ന് തീരുമാനിച്ച് അത് പടച്ചുണ്ടാക്കുന്ന ഫാക്ടറിയാണ് ഈ അബ്ദുൽ മാലിക് സലഫി. ഇത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സംവാദം.
ആരെക്കുറിച്ചായി പറയണത്? വളരെ നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ തള്ളിമറിക്കുന്ന ഈ സാധുവിനെ കുറിച്ച്. ഇത് സമസ്തന്റെ സെക്രട്ടറി അല്ലട്ടില്ലേ, KJUവിന്റെ നിങ്ങളാളല്ലേ, ഇയാളെ കത്തില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളെ അതിർത്തി സംഘടനം വളരെ ഘോരമായിട്ട് നടന്നിരുന്നത്. കായക്കൊടി സാഹിബ് ഈ പറയപ്പെടുന്ന ഈ മാലിക് സലഫിനെ പറ്റി പറയണ എന്താണ്? നുണയുടെ ഫാക്ടറിയാണ് ഇയാള്. ഇയാൾക്ക് ഒരു ദുർവ്യാഖ്യാനത്തിനും ഒരു മടിയില്ല എന്നാണ് മുജാഹിദുകൾ തന്നെ പറയണത്. ഇനി അനസ് മൗലവിയും കൂടി പറയണത് കേൾക്കുക. ഹദീസ് ദുർവ്യാഖ്യാനം, ഖുർആൻ ദുർവ്യാഖ്യാനം വേറെ പറയണ്ടേ, എല്ലാതും പാടെ ഇവിടെ കൊണ്ടുവരാനുള്ള സമയദൈർഘ്യം കൊണ്ട് കൊണ്ടുവരാത്തതാണ്. ഏതായാലും നൂറുകണക്കിന് ഹദീസുകൾ നിങ്ങൾ നിഷേധിക്കേണ്ടി വന്ന സാഹചര്യത്തെ അനസ് മൗലവി പറയട്ടെ. നമ്മൾ പറഞ്ഞിട്ട് ആരോപണമാണെന്ന് പറയണ്ട, നിങ്ങൾക്കുള്ളിലെ അതിർത്തി സംഘടനകളാണ്. വിസ്ഡം വിഭാഗം ദുർവ്യാഖ്യാനിച്ച ഹദീസുകൾ, നിങ്ങൾ KNM വിഭാഗം ദുർവ്യാഖ്യാനിച്ച ഹദീസുകൾ എടുത്തോ. ഇത് വെറുതെ പറയുന്ന വാക്കല്ല. ഒരുത്തനൊരു CD ആദ്യഘട്ടത്തിൽ ഇറക്കി. അനസ് ബർസഖ് ജീവിതത്തെ തന്നെ നിഷേധിക്കുന്ന, ബർസഖില്ല എന്ന് പറയുന്ന ആ ഹദീസുകളെ തന്നെ നിഷേധിക്കുന്ന ആളാണ് ഇവിടെ CD ഇറക്കിയില്ലേ വിസ്ഡം വിഭാഗത്തിന്റെ ഔദ്യോഗിക നേതാക്കൾ. അത് ഈ നാടൊട്ടുക്കും പ്രചരിപ്പിച്ചില്ലേ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പൈസ തരാം, ഞങ്ങൾ ഓഡിറ്റോറിയം എടുക്കാം, അതിന്റെ ചെലവ് മുഴുവൻ ഞങ്ങൾ വഹിക്കാം, അവന്റെ TI ഞങ്ങൾ കൊടുക്കാം, നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വന്നോ? വന്നിട്ടില്ല. ഇതുപോലെ നിഷേധിച്ച ഹദീസുകൾ കാണണോ? അടിസ്ഥാന ആശയങ്ങളെ തന്നെ നിഷേധിച്ചത് കാണണോ? മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ നൂറുകണക്കിന് ഹദീസുകളെ നിഷേധിക്കുന്ന തരത്തിലെ ഉസൂലുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണോ? നൂറുകണക്കിന് ഹദീസുകൾ ഞങ്ങൾ പറയാതിരുന്നിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. വിശദമായി പറഞ്ഞു തരാം നിങ്ങൾക്ക്. വിശദമായി ഹദീസിന്റെ ഉസൂലുകളെ തന്നെയും തകർത്തുകൊണ്ട് പുതിയ വാദങ്ങൾ മെനഞ്ഞുണ്ടാക്കി. ഇവരുടെ മുജാഹിദ് നേതാക്കളാണ് ഈ പറയുന്നത്. ഇവർ ദുർവ്യാഖ്യാനത്തിന്റെ ആളുകളാണ്. ഖുർആന്റെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തത് ഈ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് വളരെ നിഷ്കളങ്കമായി ഇരുന്നിട്ട് എന്ത് ചെയ്യുക? നല്ല കുട്ടികളാവുക. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂല, ഞങ്ങളെ പറ്റി ആരും അങ്ങനെ പറയില്ല, ഞങ്ങൾ വളരെ നല്ല മനുഷ്യന്മാരാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് എന്ന് പറയാം. ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കുകളാണെന്നാണ് പറഞ്ഞത്. ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ തട്ടിക്കൂട്ടുകൾ. ഇനി അടുത്തത് ഇവരുടെ അവകാശവാദങ്ങളും ഇവരുടെ കളവുകളും നമുക്കൊന്നുകൂടി കേൾക്കാം. അതേ സമയത്ത് സമസ്തക്കാരങ്ങനല്ല. സമസ്തക്കാർ അവരുടെ ദീൻ എന്ന് പറഞ്ഞത് ഇപ്പം നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൻ്റെ മർമ്മം എന്ന് പറയാവുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹൻ്റെ മർമ്മമാണ് ഇയ്യാക്കനാവ്. അവിടെ തന്നെ വെട്ടിമുറിച്ച ആൾക്കാർ അവിടെ തന്നെ കത്രി വെച്ചു, മാത്രം കട്ട്. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നുള്ളതിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കും. അത് മക്കത്തെ അബൂജഹലും പറഞ്ഞില്ലേ, നിന്നെ ആരാധിക്കുന്നുള്ളത് അബൂജഹലും പറഞ്ഞല്ലോ, നിന്നെ മാത്രം എന്നുള്ളടത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്? സുന്നികളായ ആളുകൾ, സമസ്തക്കാരായ ആളുകൾ അള്ളാഹുവിനെ അല്ലാതെ വേറെയും പലരെയും ആരാധിക്കുന്നുണ്ട് എന്ന്. സൂറത്തുൽ ഫാത്തിഹയെ നമ്മൾ കോട്ടിമാറ്റി വെട്ടിമുറിച്ചു എന്നാണ് പറയണത്. ഇത് കേൾക്കുന്ന സത്യവിശ്വാസികളായ സഹോദരങ്ങൾ വളരെ നിഷ്കളങ്കമായി, മാന്യമായിട്ട്, അല്ലെ നിഷ്പക്ഷമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹിനെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ദുരാരോപണം നടത്തുന്നത്? അള്ളാഹു അല്ലാത്തവരെ അതാണ് അബൂജഹലും റസൂലിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് സമസ്തക്കാരെ അതിൻ്റെ ആളുകളായിട്ട്, സുന്നികളെ അതിൻ്റെ ആളുകളായിട്ട് ചിത്രീകരിക്കുന്ന ഏറ്റവും വലിയ ദുർവ്യാഖ്യാനമല്ലേ ഇവരോട് നടത്തുന്നത്? ഇനി ആ യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനം നടത്തിയതും കോട്ടിമാറ്റിയതും ഇവരല്ലേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു, അല്ലെങ്കിൽ നിന്നോട് സഹായം ചോദിക്കുന്നു. ഇവിടെ വരെന്താ ചെയ്തത്? എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ്. അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, സർവശക്തിയും അതും അള്ളാഹുവാണ്, അള്ളാഹുവിൽ നിന്നാണ്. പക്ഷെ ഇവർ പറഞ്ഞു ഭൗതികമായ കാര്യങ്ങളൊക്കെ എല്ലാവരോടും ചോദിക്കുക, അഭൗതികമായത് അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന്. അല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞ്? അഭൗതികമായത് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. കൂട്ടരെ, ഇത് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? വിശുദ്ധ ഖുർആൻ കൊണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് കൊണ്ടോ, മുഫസ്സിറുകളുടെ പ്രാമാണികമായ ഗ്രന്ഥങ്ങളെ കൊണ്ടോ വേണ്ട, അരവരി കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഇത് ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഇതല്ലേ നിങ്ങളുടെ ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം? ഇതിന്റെ പേരിലല്ലേ നിങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? ഇതിന്റെ പേരിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അതിർത്തി സംഘടന നടന്നത്. ഇതിന്റെ പേരിലല്ലേ? അഭൗതികമായ സഹായത്തേട്ടം പറ്റൂല എന്ന് നിങ്ങൾ പറഞ്ഞു ഈ ആയത്തിനെ മുൻനിർത്തിയിട്ട്. അപ്പോൾ
ജിന്ന് അഭൗതികമാണോ എന്ന് നിങ്ങൾക്കിടയിൽ പ്രശ്നമായി. ജിന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല, നമ്മൾ അവരെ അറിയുന്നില്ല. അപ്പോൾ ജിന്നിനോട് സഹായത്തേട്ടം നടത്തിയാൽ അത് ഭൗതികമാണോ അഭൗതികമാണോ എന്ന വ്യത്യാസത്തിൽ നിന്ന്, എന്ന അഭിപ്രായ ഭിന്നതയിൽ നിന്നല്ലേ മുജാഹിദ് വിഭാഗം പടർന്നത്? അങ്ങനെയല്ലേ നിങ്ങളെക്കുറിച്ച് ജിന്നാരാധകർ, ജിന്നൂരികൾ എന്ന് നിങ്ങളുടെ എതിർവിഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ മുഖ്യധാര വിളിക്കാൻ തുടങ്ങിയത്? ഇത് ആരുണ്ടാക്കിയ ദുർവ്യാഖ്യാനമാണ്? നിങ്ങളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? അഭൗതികമായ സഹായത്തേട്ടം നിങ്ങൾ നടത്തുന്നു എന്നതിന്റെ പേരിലല്ലേ? എന്നിട്ട് സമസ്തക്കാരുടെ മേലെ, സമസ്തക്കാർക്ക് ആ പ്രശ്നമില്ല. സ്വാഭാവികമായും സംഘടനാപരമായ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടേത് അങ്ങനെയല്ല. ഒരേ വേദിയിൽ ഇരിക്കുന്നവർ പോലും പരസ്പരം ശിർക്കും കുഫറും ആരോപിക്കുകയാണ്. എന്നിട്ട് സമസ്തക്കാരുടെ മേലിൽ പറയേ അത് ഞങ്ങൾ അനുവദിക്കൂല. നിങ്ങളിങ്ങനെ വട്ടമേശ സമ്മേളനം കൂടിയിട്ട് നിങ്ങൾക്കൊരു ആത്മസുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് പറയാം. പക്ഷേ പൊതുജനങ്ങൾ അതൊന്നും ഉൾക്കൊള്ളൂല. ഇരുന്നിട്ട് വളരെ നൈസായിട്ട് നുണ പറയാ, നിഷ്കളങ്കമായിട്ട് നുണ പറയാ. അപ്പോൾ ആളുകൾ ഇത്ര കോൺഫിഡൻസോടുകൂടെ ഇങ്ങനെ കളവ് പറയുമ്പോൾ സത്യമാണെന്ന് വിചാരിക്കും. വെറുതെ അല്ല നിങ്ങളെക്കുറിച്ച് കായക്കൊടി നിങ്ങൾ നുണയുടെ ഫാക്ടറിയാണെന്ന് പറഞ്ഞത്. നമ്മളങ്ങനെ പറയുന്നില്ല കേട്ടോ. കായക്കൊടി പറഞ്ഞത് ഉദ്ധരിച്ചത് മാത്രമാണ്. അപ്പോൾ ഇനിയും ഇദ്ദേഹത്തിന് വേറൊരു ആരോപണം എന്താ വെച്ചാൽ, സുന്നികളെ പള്ളിയിൽ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ കാണാറില്ല എന്നാണ്. നിങ്ങൾ സുന്നികളെ പള്ളി കാണാത്തതുകൊണ്ടാണ്. അതേസമയം എല്ലാ പള്ളിക്കും പരിഭാഷ കൊണ്ടേക്കുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷേ സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷ പല പള്ളികളിൽ ഉണ്ടാവാറുണ്ട്. KV ഉസ്താദിന്റെ പരിഭാഷ അടക്കമുള്ള പരിഭാഷകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം അതിനൊന്ന് ശക്തി കൂട്ടാൻ, ഒന്ന് മജ കൂട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ വക പറയണം. ഞാൻ ഈ അടുത്തൊരു പള്ളിയിൽ കയറിയപ്പോൾ അവിടെ പരിഭാഷ ഒന്നും കണ്ടില്ല. ഖുർആനിന്റെ മേലെ മജ്ലിസുന്നൂറിന്റെ പരിഭാഷ കൊണ്ടുവച്ചിക്കണെന്ന്. മജ്ലിസുന്നൂറിന് പരിഭാഷ ഉണ്ടോ? അതാരക്കിയതാ? വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് അടിച്ചു വിടുകയാണ്. നമുക്കൊന്ന് കേട്ടോക്കാം. നിങ്ങൾ ആലോചിച്ച് ഞാൻ ഇത് എൻ്റെ ശബ്ദം കേൾക്കാൻ സമസ്തക്കാട് ആത്മാർത്ഥമായി ചോദിക്കും. നിങ്ങൾ ഏതെങ്കിലും സമസ്തൻ്റെ പള്ളിയിൽ പോയാൽ ഒരു ഖുർആൻ പരിഭാഷ നിങ്ങളെ പള്ളി കണ്ടോണോ? ഞാൻ കണ്ടില്ല. ഈ റമദാനിൽ ഞാൻ സമസ്തൻ്റെ പള്ളിയിൽ പോയപ്പോണ്ട് ഖുർആൻ്റെ മുകളിൽ മജ്ലിസുന്നൂറിൻ്റെ പരിഭാഷ, അവിടെ ഖുർആൻ പറ്റിയ പരിഭാഷ അല്ല, മുസാഫിൻ്റെ മുകളിൽ വെക്കാൻ പറ്റിയ സാധനം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നുണ പറയാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ചേർത്തി കൊടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ പറഞ്ഞാണ്, മജ്ലിസുന്നൂറിന്റെ പരിഭാഷ ഖുർആന്റെ മേലെ ആൾക്കാരെ പൊട്ടീസാക്കാണ്, ആളുകളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. ഖുർആന്റെ മേലെ മജ്ലിസുന്നൂറിന്റെ പരിഭാഷ, മജ്ലിസുന്നൂറിന് അങ്ങനെ ഒരു പരിഭാഷ ഉള്ളത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ലാഹു അലം. ഏതായാലും എനിക്ക് അതിൻ്റെ ഇടയിൽ വേറെ കാര്യം ചോദിക്കാനുള്ളത്, മുശ്രിക്കീങ്ങളായ ഞങ്ങളെ പള്ളിക്ക് റമദാനിക്ക് നിങ്ങൾക്ക് എന്താ പരിപാടി? ഞങ്ങൾ മുശ്രിക്കുകളല്ലേ? ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരല്ലേ? ഞങ്ങളെ പള്ളിക്ക് നിങ്ങൾക്ക് എന്താ പരിപാടി റമദാനിക്ക്? മൂത്രയിക്കാൻ വന്നതാന്ന് പറയാൻ പറ്റില്ല. കാരണം പള്ളിൻ്റെ ഉള്ളിലല്ലേ നിങ്ങൾ കയറിയത്. നിങ്ങൾക്ക് അവിടെ വല്ല പരിപാടി ഉണ്ടോ? അതോ കേന്നന്മാരുങ്ങളെ കുറിച്ച് പറയണത് പോലെ നിങ്ങളും ജിന്നുകളോട് സഹായം തേടി അങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് വരികയാണോ? ഏതായാലും അടുത്തത്, ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഈ പൊല്ലാപ്പോളൊക്കെ അദ്ദേഹം പറഞ്ഞുണ്ടാക്കിയത് എന്തിന്റെ പേരിലാണെന്നറിയോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജുമുഅയും പെരുന്നാളും ഒരുമിച്ച് വന്നപ്പോൾ, വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വന്നപ്പോൾ ലോകത്താർക്കും പരിചയമില്ലാത്ത അതിവിചിത്രമായ, കേവലം വിചിത്രം എന്നല്ല അതിവിചിത്രമായ വാദം പറഞ്ഞു. എന്താ? പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ പോയിക്കോളി, ഇന്നാ മുജമ്മിയോ എന്ന് പറഞ്ഞിട്ട് ഇയാളെ വക കമ്മിറ്റിക്കാർക്ക് ജുമുഅ നടത്തൽ നിർബന്ധമാണ്, നാട്ടുകാർക്ക് പങ്കെടുക്കൽ നിർബന്ധമല്ല. അത് നല്ല പരിപാടിയാണല്ലോ. ഏറ്റവും ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികത, അത് എത്രത്തോളം സമൂഹത്തിന് മുമ്പിൽ പറയാൻ പറ്റുന്നതാണ് എന്നെങ്കിലും നോക്കണ്ടേ. കമ്മിറ്റിക്കാർക്ക് ജുമുഅ നടത്തൽ നിർബന്ധമോ നാട്ടുകാർക്ക് വരൽ നിർബന്ധമല്ല. അതെങ്ങനെ വാപ്പാ? ഏതായാലും ഇതാണ് ഇവരുടെ ദീനിന്റെ അവസ്ഥ. എന്നിട്ട് അതിനെപ്പോലും ഇദ്ദേഹം നിസാരമാക്കി പറയണത് കാണുക. വെട്ടിമുറിച്ച് വികലമാക്കി. ഇനി മാത്രമല്ല, എന്തൊക്കെ ഇപ്പോൾ ജുമാ റഹ്സുണ്ടെന്ന് വിചിത്രവാദം, സമസ്തൻ്റെ വിചിത്രവാദം. ഇതിപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ പോയില്ലെങ്കിലും ജുമാല്ലേ പോകുള്ളൂ, ഇസ്ലാമെന്ന് പുറത്തു പോകില്ലല്ലോ. ഇന്ന് ഇസ്ലാം നോക്കൂ, നിങ്ങൾ ജുമാല്ലേ പോകുള്ളൂ, ഇസ്ലാമെന്ന് പുറത്തു പോകില്ലല്ലോ. ഇവർക്ക് ഇതൊക്കെ ഒരു കുട്ടിക്കളിയാണ്. പാവപ്പെട്ട ആളുകളുടെ ഇബാദത്തുകളിൽ സംശയം ജനിപ്പിക്കുക, ഇബാദത്തിനെ മുടക്കുക. എന്നിട്ട് ഇദ്ദേഹം എത്ര നിസാരമായിട്ടാണ് പറയുന്നത്, അത് പോകുകയാണെങ്കിൽ ജുമാല്ലേ പോകുള്ളൂ എന്ന്. ഇതാണ് നിങ്ങളുടെ ദീനിന്റെ അവസ്ഥ. ജുമുഅല്ലേ പോകുള്ളൂ. എന്നിട്ട് സമസ്തക്കാരുടെ ഇടയിൽ ഷിർക്കാണ്. കാരണം അത് ദുർവ്യാഖ്യാനം ചെയ്ത് നിങ്ങൾ തന്നെ പടച്ചുണ്ടാക്കുന്നതാണ്, ഇബാദത്തിനെ ഫസാദാക്കി. ഇതിൽ മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും നിങ്ങളെ പണി ഇതാണ്.
തറാവീഹ് നിങ്ങൾ സ്വീപ്പാക്കും, ജുമയുടെ ഖുത്തുബ അത് നിങ്ങൾ സ്വീപ്പാക്കും, അതുപോലെ നബിദിനാഘോഷം വരുമ്പോൾ അത് പാടില്ല എന്ന് പറയും. അങ്ങനെ ഈ ഉമ്മത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അവിടേക്ക് നിങ്ങൾ ഈ ഇടങ്കോലിട്ടിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മത്തിന്റെ ഈമാനിനും അമലിലും നിങ്ങൾ സംശയം ജനിപ്പിക്കുക. അതന്നെയാണ് നിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി അടുത്തത് ഈ പിന്നെ മുക്കൂട്ട് മുന്നോടിയുടെ ചർച്ചയിലെ അടുത്ത അവതാരം. ഈ 100ാം വാർഷികത്തിൽ 21 പ്രമേയം പാസ്സാക്കി. അതിൽ ഒന്നാമത്തെ പ്രമേയം തന്നെ അമ്പലക്കടവിനെതിരാണ്. കാരണം എന്താ അറിയോ, മദ്ഹബി പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നാണ്. മദ്ഹബി പാരമ്പര്യം, അങ്ങനത്തെ ഒരു പാരമ്പര്യം ഇസ്ലാമിനില്ല. മദ്ഹബി പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നത് ആണ് തരം. അപ്പോൾ ഇത് ഹമീദ് വൈസിക്ക് മറുപടി എന്ന് പറഞ്ഞിട്ടാണ് ഇവരിത് തട്ടിക്കൂട്ടിയത്. അപ്പോൾ മദ്ഹബിന്റെ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നൊരു സംഭവം ഇസ്ലാമിലില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇബ്നു തൈമിയ എന്തു പറഞ്ഞു, നിങ്ങളുടെ ഇബ്നു അബ്ദുൽ വഹാബ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ആശയങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് എന്നെങ്കിലും നിങ്ങൾ ആ വിഷയത്തിലൊന്ന് പഠിക്കണമായിരുന്നു. മഹാന്മാരായ ഇമാമുമാർ മദ്ഹബിന്റെ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു, അവരാണല്ലോ ഈ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ നിങ്ങൾ മനഃപൂർവ്വം, യഥാർത്ഥത്തിൽ നിങ്ങളാണ് അതിനെ വെട്ടിമുറിക്കുകയും ആ യഥാർത്ഥ പാരമ്പര്യത്തിൽ നിന്ന് ഉമ്മത്തിനെ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. ഇനി എനിക്ക് വളരെ സ്നേഹത്തോടു കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് 2 വിഷയങ്ങൾ. ഒന്ന്, മുമ്പ് ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ ബാരി ഉദ്ധരിച്ചുകൊണ്ട് ഒരു വിഷയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തവ്വലല്ലാഹു അംറഹു, ബഹുമാനപ്പെട്ടവർ ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞതിനെ നിങ്ങൾ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അതിന് മറുപടിയായിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ ഫത്ഹുൽ ബാരിയുമായിട്ട് നമ്മൾ വന്നു. ആ ഫത്ഹുൽ ബാരിയിൽ നമ്മൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾ വന്നു. നിങ്ങൾ വന്നത് നമ്മളെ വ്യക്തമായിട്ട് പരാമർശിച്ചില്ല. ഒരു പ്രസിദ്ധനല്ലാത്തൊരു മുസ്ലിയർ എന്നാണ് പറഞ്ഞത്. അത് നമ്മളെ അഭിസംബോധന ചെയ്യാനുള്ള നിങ്ങൾ വലിയ ആൾക്കാരാണല്ലോ, നമ്മളെപ്പോലത്തെ ചെറിയ ആളുകളെ അഭിസംബോധന ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു ജാള്യതയായിരിക്കും. അത് കുഴപ്പമില്ല. ഏതായാലും നിങ്ങൾ എന്ത് ചെയ്തു, വിഷയം പറഞ്ഞു, നമ്മൾ ചെയ്തത് ദുർവ്യാഖ്യാനമാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഫത്ഹുൽ ബാരി വെച്ച് ലഫ്ലംബി ലഫ്ല് അർത്ഥം വെച്ച് നമ്മൾ അതിന് മറുപടി പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾ ആ വൈക്ക് കണ്ടില്ലല്ലോ. അത് നിങ്ങളൊന്ന് മറുപടി പറയണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. അതുപോലെ രണ്ടാമത്, ഹുസൈൻ സലഫി സുന്നികൾക്ക് മറുപടി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് 8 ചോദ്യങ്ങൾ ചോദിച്ചു. മുസ്ലിയാക്കന്മാർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മറുപടി പറയുന്നു പറഞ്ഞിട്ട് 8 ചോദ്യങ്ങൾക്കും അക്കമിട്ട് മറുപടി പറഞ്ഞു. 1, 2, 3 അങ്ങനെ ഹുസൈൻ സലഫിയുടെ ഒരു ചോദ്യം, അതിന് മറുപടി, അടുത്ത ചോദ്യം, അതിന് മറുപടി, അങ്ങനെ 8 ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി പറഞ്ഞു. കൂട്ടത്തിൽ നിങ്ങൾ ചോദിച്ചതിന് നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കണീന് ഒന്ന് മൈൻഡ് ചെയ്യാനുള്ള ഒരു മാനസികമായ ഒരു വിശാലത നിങ്ങൾ കാണിക്കണ്ടേ. 21 ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചു. ആദ്യം 10, പിന്നെ 11 ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചു. പേരിനെങ്കിലും അതിനെ തൊടാൻ ഹുസൈൻ സലഫിക്കും കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്ക് ഒരാൾ മറുപടി ആയിട്ട് വന്നിരുന്നു, ഏതൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ഏതോ ഒരാൾ മറുപടി ആയിട്ട് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, ഹുസൈൻ സലഫിനെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരാണ്, ഹുസൈൻ സലഫി നിങ്ങളെക്കാൾ എത്ര വലിയ ആളാണ്. ഒക്കെ ശരിയാണ്, എല്ലാ നിലക്കും വലിയ ആൾ തന്നെയാണ്, പ്രായം കൊണ്ടും എല്ലാ നിലക്കും വലിയ ആൾ തന്നെ ആയിരിക്കാം. അത് നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ നിങ്ങൾ വന്നിട്ട് പറയാണ് ഹുസൈൻ സലഫി വലിയ ആളല്ലേ, നിങ്ങൾക്കത് മിണ്ടാതിരുന്നോടെ, നിങ്ങളാരാ, ഞാൻ താഴ്ന്നു തരും. പക്ഷെ ഇത് വ്യക്തിപരമായ പ്രശ്നമല്ലല്ലോ, ഇത് ആദർശ പ്രശ്നമല്ലേ, ഈമാന്റെ പ്രശ്നമല്ലേ, വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ. ഈ ഉമ്മത്തിന്റെ ഈമാനിനും അമലിനും നിങ്ങൾ മായം കലർത്തുന്നതിന്റെ പ്രശ്നമല്ലേ. അവിടെ വലിപ്പ ചെറുപ്പല്ലല്ലോ. അതുകൊണ്ട് ആ 21 ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഈ വട്ടമേശ സമ്മേളനത്തിൽ നിങ്ങളൊന്ന് മറുപടി പറയണമെന്ന് കൂടി വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ 2ന്റെയും ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.